ഞാൻ ഒഡീഷ എഫ് സിയുടെ മത്സരത്തിന് ശേഷം അല്ലെങ്കിൽ സൂപ്പർ കപ്പിൻ്റെ ഒരു സമയത്തൊക്കെ തന്നെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഇതൊരു റൈറ്റ് വേയിലേക്കാണോ പോകുന്നത് എന്നുള്ളൊരു കാര്യം. പ്രത്യേകിച്ച് നമ്മുടെ മൊമെൻ്റ് നഷ്ടപ്പെടും, അത് ACL എങ്ങനെ ബാധിക്കും, അത് ഒഡീഷ എഫ് സിക്കെതിരെയുള്ള ആദ്യ മത്സരത്തിൻ്റെ തോൽവി, അതിനുശേഷം അതെങ്ങനെ വരുമെന്നൊക്കെ ഉള്ളത്. അപ്പം ആരാധകർക്കൊക്കെ ഒരു ശുഭപ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പഞ്ചാബിനെതിരെ വിജയിച്ചുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഫ്ലോയിലേക്ക് എത്തും, പിന്നീട് നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളത്. എന്നാൽ നമുക്കറിയാമല്ലോ കഴിഞ്ഞൊരു മത്സരത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ആ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കാത്തത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആരാധകർക്ക് ആകപ്പാടെ പ്രശ്നമായി മാറിയത്. നമ്മൾ ആ ഒരു മഞ്ഞപ്പട സ്റ്റാൻഡിൽ നിന്ന് തന്നെ പ്ലേ ഫോർ ബാഡ്ജ് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവരെ പറയേണ്ടി വന്നത്, അത് പ്ലേയേഴ്സിന് കേട്ട് നിൽക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്കൊക്കെ പോയത്. അപ്പം ഇവാൻ മുക്കോവനോവിച്ച് പറയുന്ന പരിശീലകൻ ഈ ഒരു മത്സരത്തിന് ശേഷം പറഞ്ഞിരുന്നു, അതായത് ഒരു വേസ്റ്റ് ഗെയിമാണ് കളിച്ചത്, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും അദ്ദേഹം ആ ഒരു പോസ്റ്റ് മാച്ച് ആ ഒരു കോൺഫറൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ കേട്ടപ്പോൾ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ആസ് എ ഫാൻ എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു ഔട്ട്സൈഡർ എന്ന നിലയിലൊക്കെ പറയുന്നവരാണ്. ആക്ച്വലി ഇപ്പോൾ ഒരു പ്ലെയർ മോശമായിട്ട് ഒരു മത്സരത്തിൽ കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലെയറെ ക്രിറ്റിസൈസ് ചെയ്യും. പക്ഷെ ഒരു ടീം മൊത്തത്തിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് ആ ഒരു ഗെയിം കാണിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നമുക്ക് കോച്ചും ആ ഒരു കാര്യത്തിൽ റെസ്പോൺസിബിൾ അല്ലേ എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഇവാനാഷാനെ കുറ്റപ്പെടുത്തിയൊന്നും സംസാരിക്കുകയല്ല, പക്ഷേ അങ്ങനെയുള്ളൊരു ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്നുള്ളൊരു ഫാക്ടർ കൂടി അവിടെ ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നി. പിന്നെ ഇപ്പോൾ ഫെഡോറിൻ്റെ കാര്യത്തിൽ ഇവാൻ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, അദ്ദേഹം ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് കളിച്ചിട്ടില്ല, അപ്പോൾ അദ്ദേഹം 100% ഫിറ്റ് അല്ല, അതുപോലെ ക്ലൈമറ്റ് ചേഞ്ച്, വിസ പ്രോബ്ലംസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അദ്ദേഹം സെറ്റായി വരാനുള്ള സമയം എടുക്കുന്നുള്ളൂ. പക്ഷേ അങ്ങനെ സെറ്റായി വരാനുള്ള സമയം എടുക്കാനും വേണ്ടിയുള്ളൊരു വലിയ ലീഗൊന്നുമല്ല. പ്രത്യേകിച്ച് ലീഗിൻ്റെ ഒരു സമയം നമുക്കറിയാം, ഏതാണ്ട് പകുതിയിലധികം 14 മത്സരങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞു, 8 മത്സരങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അപ്പോൾ വിസ ഇഷ്യൂ ഓക്കെ, നമുക്ക് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. പക്ഷേ കുറച്ച് നാളായിട്ട് കളിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ഫിറ്റ്നസ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് അത് ടൈം എടുക്കുമെന്ന് പറയുന്നതും, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിൽ പെട്ടെന്ന് അഡാപ്റ്റ് ആകാനുള്ള ടൈം എടുക്കുമെന്ന് പറയുന്നതും, അത് നമ്മളത് മനസ്സിലാക്കേണ്ട കാര്യമല്ല. അതിന് റെസ്പോൺസിബിൾ ആരാണ് എന്നുള്ള കാര്യം കൂടി ഒരു ഫാക്ടറായിട്ട് നിൽക്കും. ഗുണ പോയ സമയത്ത് ആരാധകർ ഇത്രയും പ്രതീക്ഷിച്ചതും അല്ലെങ്കിൽ ഇത്രയും അദ്ദേഹത്തിനൊരു ഫോളോയിങ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായതിൻ്റെ കാര്യം ലൂണയ്ക്കൊരു പകരക്കാരനാകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ്, അതിൽ നോ ഡൗട്ട്. പക്ഷേ അതിലേക്ക് അഡാപ്റ്റായി വരിക എന്നുള്ളൊരു സമയം, അതാണിപ്പം ഒരു ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണെങ്കിൽ ജോണി കൗക്കുവിനെ കൊണ്ടുവന്നു, അതുപോലെ മുംബൈ സിറ്റി FC ഇക്കറിനെ കൊണ്ടുവന്നു, അതുപോലെ ഗോവ ബോർഹ ഹെറേറെ കൊണ്ടുവന്നു. അപ്പോൾ ഇവരൊക്കെ ISL കളിച്ച് സെറ്റായുള്ള പ്ലേയേഴ്സാണ്. ഇപ്പോൾ ഇക്കറൊക്കെ ആദ്യ മത്സരം തൊട്ട് തന്നെ കിടിലൻ കളി തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി ഞാൻ ലാസ്റ്റ് ഈസ്റ്റ് ബംഗാളിനെതിരെ മുംബൈ സിറ്റി FCയുടെ ആ ഒരു മത്സരം കണ്ടപ്പം അദ്ദേഹം ടോപ്പ് പെർഫോമൻസ് നടത്തി, അദ്ദേഹം ഗോളും സ്കോർ ചെയ്യുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിനൊരു വൺ ഓഫ് ദി റീസൺ ആണ് ആ ഒരു പ്ലേയേഴ്സിന് ഇന്ത്യയിലുള്ളൊരു എക്സ്പീരിയൻസ്, ആ ഒരു എങ്ങനെയാണ് ISLൻ്റെ ഇൻറ്റൻസിറ്റി എന്നുള്ളത്, അത് സിമിലറാണ്, ക്ലൈമറ്റ് ഒക്കെ മനസ്സിലാക്കിയവരാണ് എന്നുള്ളൊരു ഫാക്ടർ തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻറ്റും അതുപോലെ തന്നെ മുംബൈ സിറ്റി FC ഒക്കെ ആണെങ്കിലും അവരൊന്ന് ഡ്രോപ്പായിട്ട് നിൽക്കായിരുന്നു ഫസ്റ്റ് ഫേസ് നോക്കുമ്പോൾ. എന്നാൽ നമ്മൾ നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ഒരു ഷീൽഡ് റേസിലേക്ക് ഒരു ചലഞ്ചിന് 2 ക്ലബ്ബുകളൊന്ന് താഴെ പോയി നിൽക്കുന്നൊരു സാഹചര്യമായിരുന്നു. പക്ഷേ അതെല്ലാം ഇപ്പോൾ ആകപ്പാടെ കുഴഞ്ഞു മറിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ 2 തോൽവിയോടുകൂടി അവരാണെങ്കിൽ ഇപ്പം ഒരു ബെറ്റർ ഒരു രീതിയിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും തുടർച്ചയായിട്ടുള്ള 4 പരാജയങ്ങൾ എന്നുള്ളത് ഒരത്ര നല്ല കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ 4 പരാജയങ്ങൾ വരുന്നൊരു സമയത്ത് ഇപ്പോൾ നമുക്ക് പ്ലെയേഴ്സിൻ്റെ അവൈലബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ ഇഞ്ചറിയാണ്, ലൂണ ഇല്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടീമുകളിലും ഇഞ്ചറി സംഭവിക്കുന്നതാണ്. അവിടെ അവർ ഇപ്പം ജനുവരി ട്രാൻസ്ഫറിലൊക്കെ ആണെങ്കിലും പകരക്കാരെ എത്തിക്കുന്നതാണ്. നമുക്കൊരു പ്ലെയറെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുക എന്നുള്ളൊരു കാര്യം. നമുക്കറിയാം ലൂണ ഒരു എക്സ്ട്രാ എഫേർട്ട് ഇട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. അത് പറയുന്ന സമയത്ത് ഇപ്പം നമ്മൾ പ്ലേ ഫോർ ബാഡ്ജ് എന്നൊക്കെ പറഞ്ഞ് മഞ്ഞപ്പട സ്റ്റാൻഡിൽ നിന്ന് ആരാധകർ അത് ഉരുവിട്ട സമയത്ത് ഇപ്പം പ്ലെയേഴ്സ് കേട്ട് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, ഇവൻ കോച്ചാണെങ്കിൽ കൂടി. അപ്പം ചിലവരൊക്കെ പറയുന്നത് കേട്ടു, അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അത് പ്ലെയേഴ്സിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്, അവർ കൂടുതൽ പ്രഷറിലാകുമെന്നുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കുക, അപ്പം നമ്മളിപ്പോൾ 4 മത്സരങ്ങൾ അടുപ്പിച്ച് പരാജയപ്പെട്ടപ്പോഴും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ആ ഒരു മത്സരത്തിലൊരു മോശം ആറ്റിറ്റ്യൂഡ് കാണിച്ചപ്പോഴുമാണ് മഞ്ഞപ്പട സ്റ്റാൻഡിൽ നിന്നാണെങ്കിൽ കൂടി അങ്ങനത്തെ ഒരു തരത്തിലുള്ളൊരു പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായത്. കാരണം ഫാൻസും ഇത് അർഹിക്കുന്ന ഒരു കാര്യമാണോ, ഒരു കാര്യം മനസ്സിലാക്കുക. കാരണം അവർ ഒരു ദിവസത്തെ എത്രയോ ടൈമും അല്ലെങ്കിൽ ആ ഒരു എഫേർട്ടും അല്ലെങ്കിൽ അതിന് ഉണ്ടാകുന്ന പണത്തിലോ ഇതൊക്കെ അത് ഇട്ടിട്ടാണ് ആ ഒരു മത്സരം കാണാൻ കഴിയും. അപ്പം അത് നമുക്കൊരു ഹാപ്പിനെസ്, അപ്പം തോൽവി വിജയം എന്നുള്ളതല്ല, ആ കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം അത് കാണിക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെയാണ് പ്ലേ ഫോർ ബാഡ്ജ് എന്നുള്ള തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രൊട്ടസ്റ്റ് എന്ന നിലയിൽ തന്നെ വന്നത്. അപ്പം
അത് പ്ലേയേഴ്സ് മനസ്സിലാക്കണം. അല്ലാണ്ട് ഏത് മോശം കളി കളിച്ചിട്ട് വന്നാലും ഇത് ചെയ്യാന്നുള്ളതല്ല. നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കാണിച്ചില്ലെങ്കിൽ അത് പ്രതികരിക്കുകയാണ്. അതാണ് ആ ഒരു റിയൽ ഫാൻസ് എന്നുള്ള നിലയിൽ തന്നെയാണ് കാണിച്ചത് എന്നുള്ളതാണ് തോന്നുന്നത്. അല്ലാണ്ട് ഇപ്പം ഒരു കളി കൊണ്ട് തോറ്റെന്നും പറഞ്ഞിട്ട് അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ മോശമായിട്ട് ക്രൂശിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കുമ്പോൾ ഉറപ്പായിട്ടും ഇത് ചെയ്യണം. ഏതായാലും ഇപ്പം ഇതൊരു തരത്തിൽ ഇപ്പം പ്ലേയേഴ്സ് മാത്രമല്ല ക്രിട്ടിസൈസ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം മാനേജ്മെൻറ്റ് സൈഡാണ്, കോച്ചാണെങ്കിലും ഇപ്പം സ്പോർട്ടിംഗ് ഡയറക്ടർ ആണെങ്കിലും ഒക്കെ, കാരണം എല്ലാവരും എല്ലാ തരത്തിലും റെസ്പോൺസിബിൾ ആണ് എന്നുള്ളതാണ്. ഇപ്പം ജനുവരി ഒരു ഇത് വരുന്നൊരു സമയത്ത് മറ്റ് ടീമുകൾ ഏത് തരത്തിൽ അത് യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളത് നോക്കാം. ഇപ്പം വിദേശ താരങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഫെഡോറിൻ്റെ കാര്യത്തിൽ ഇപ്പം ടീം ഇപ്പോൾ കോച്ചൊക്കെ തന്നെ ഈ കാര്യത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പറയുന്നു. അതിൽ നമ്മൾ ഉത്തരവാദികളല്ലല്ലോ. അതുപോലെ തന്നെ ഇപ്പം ജസ്റ്റിൻ, അദ്ദേഹം ഒരു മോശം പ്ലെയർ ആണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ നമുക്ക് റിസ്ക് ഫാക്ടറാണ്. ഇപ്പോൾ ഒരു യങ് ഇതായിട്ടുള്ള ഒരു പ്ലെയറെ കൊണ്ടുവരുന്ന സമയത്ത് ഇപ്പോൾ പെപ്പർ ആണെങ്കിൽ പോലും അദ്ദേഹം സെറ്റായി വരാൻ സമയമെടുത്തു. പക്ഷേ നമുക്ക് ആദ്യം മുതലൊരു സീസണിൽ അദ്ദേഹം ഭാഗമായിരുന്നു. പക്ഷേ ജസ്റ്റിൻ ഇതേപോലെ ഒന്ന് ഈ ഒരു ISL അഡാപ്റ്റ് ചെയ്ത് വരുമ്പോൾ സീസൺ അവസാനിച്ച് പോകുമോ എന്നുള്ളൊരു ഭയമുണ്ട്. ഒരു ഇന്ത്യൻ ആയിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ പയ്യെ ടൈം കൊടുത്ത് നമുക്ക് ലോങ് ടേമിൽ നോക്കാം. വിദേശികൾ ആകെ 6 വരെ നമുക്ക് കളിപ്പിക്കാൻ കഴിയുള്ളൂ. അതൊരു പ്രശ്നമാണ്. പിന്നെ സന്ദീപ് എന്ന് പറയുന്നൊരു നല്ലൊരു റൈറ്റ് ബാക്ക് ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ യൂട്ടിലൈസ് ചെയ്യാത്ത think അദ്ദേഹത്തെ ലെഫ്റ്റ് ബാക്കിൽ ഒരു ഓപ്ഷൻ എന്ന നിലയിൽ വെക്കുന്നതുകൊണ്ടാകാം. അല്ലെങ്കിൽ ഇപ്പം പ്രബീർ മോശമാണ്, പ്രീതം സെൻറ്റർ ബാക്കിലാണ് കുറച്ചും കൂടെ ബെറ്റർ. സോ നവോച്ച LB നന്നായിട്ട് കളിക്കുന്നുണ്ട്. അപ്പം അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. നവോച്ച പോയി കഴിഞ്ഞാൽ അവിടെ കളിക്കാൻ മറ്റൊരു പ്ലെയർ വേണം എന്നുള്ളതാണ്. അപ്പം ജനുവരിയിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് I ലീഗിൽ നിന്നും ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലൊരു താരത്തെ സൈൻ ചെയ്യാമായിരുന്നു. അതാണ് ഒരു ചാമ്പ്യൻ മെൻറ്റാലിറ്റി ഉണ്ടാകുന്ന ഒരു ടീം ചെയ്യേണ്ടത്. സോ നമ്മളെപ്പോഴും ഈ ഒരു മിഡ് സീസണിൽ അല്ലെങ്കിൽ ഈ ഒരു ജനുവരിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്, പ്ലെയേഴ്സിനെ ട്രാൻസ്ഫർ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ കാണുന്നത് വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും അതും വൺ ഓഫ് ദി റീസൺ ആണ് നമ്മളൊരു ഫസ്റ്റ് ഫേസ് നന്നായിട്ട് കളിച്ചിട്ട് വരുന്നത് സെക്കൻഡ് ഫേസിൽ മറ്റ് ടീമുകളൊക്കെ മുകളിലോട്ട് പോകുന്നതും നമ്മളൊന്ന് ഡൗൺ ആവുന്ന റീസണായിട്ട് ഞാൻ വിലയിരുത്തുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് കേസ്. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പം ഉറപ്പായും കമൻറ്റ് ചെയ്യാൻ വേണ്ടി കാണിക്കുകയാണ്. സനിയ.